ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹാം ക്ഷമയോടെ കാത്തിരുന്ന ഈ വാഗ്ദാനം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രാഹത്തോടും മാത്രമല്ല, അബ്രാഹത്തിൻ്റെ വരാൻ പോകുന്ന ഈ ലോകത്തിലുള്ള സകല തലമുറകളെയും നോക്കിക്കൊണ്ട് അബ്രാഹത്തിൻ്റെ പിതാവായ, വിശ്വാസികളുടെ പിതാവായിട്ട് ഇന്ന് സഭ ഉയർത്തിപ്പറയുന്നുവെങ്കിൽ ആ അബ്രാഹത്തിലൂടെ സകല മനുഷ്യരെയും കർത്താവ് അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ കർത്താവ് പറയാണ്, നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ വർധന മക്കളെ വർദ്ധിപ്പിക്കാം, സാമ്പത്തികമായ മേഖല വർധന വരുത്താം, ആത്മീയമായ മേഖലയെ വർധനവ് നടത്താം, ഭൗതികമായ മേഖലകളിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്ന ഈ വാഗ്ദാനം പ്രാപിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിക്കാൻ, സ്വന്തമാക്കുവാൻ നാം ആഗ്രഹിക്കണം. അബ്രാഹാം കാത്തിരുന്നതുപോലെ നാം ഓരോരുത്തരും കാത്തിരുന്നാലോ നമ്മുടെ ജീവിതത്തിലേക്കും ആ അനുഗ്രഹം വർഷിക്കും. കാരണം അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിശ്ചയമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അബ്രാഹാം വിശ്വസിച്ചു. ആ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തിൽ വിശ്വസിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അബ്രാഹത്തിന് കാത്തിരിക്കാൻ പറ്റിയത്. അബ്രാഹത്തിൻ്റെ ആ കാത്തിരിപ്പ് വലിയ അനുഗ്രഹമായും അബ്രാഹത്തിന് മാത്രമല്ല, അബ്രാഹത്തിലൂടെ ലോകം മുഴുവനിലേക്കും ആ അനുഗ്രഹം വർഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് അബ്രാഹത്തെയാണ്. അബ്രാഹാം ക്ഷമയോടെ കാത്തിരുന്ന് ആ ദൈവം നൽകിയ വാഗ്ദാനം ജീവിതത്തിൽ സ്വന്തമാക്കി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിനു മുമ്പിൽ കർത്താവ് പറഞ്ഞ നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഓരോ വ്യക്തികളെയും പേര് ചൊല്ലിക്കൊണ്ട് പറയുകയാണ്. നിശ്ചയമായും ഔസപ്പെ, ജോർജ്, മത്തായി, ശാന്തേ, കുമാര, ഓരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, മറിയാമേ, നിശ്ചയമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് ഞാൻ കാത്തിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ഫലമായി മാറ്റപ്പെടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുവചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിശ്ചയമായും അവിടുന്ന് തന്നെ അനുഗ്രഹിക്കുമെന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം ഫലമണിയുവാൻ, ക്ഷമയോടുകൂടി കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.